സാധിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച കാര്യം നീ സാധിച്ചു. ഗ്രേറ്റ് ജോബ്. എൻ്റെ മോളെ നന്നായിട്ട് നോക്കാൻ നിന്നെപ്പോലെ മറ്റാർക്കും പറ്റില്ല. വാ മോളെ, പോയിട്ട് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഇന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി മക്കളെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പോയിക്കോ, പോയി സന്തോഷമായി ജീവിക്കുക. നീ എൻ്റെ പുന്നാരം മോളല്ലേ. ഗോഡ് ബ്ലസ് യു എൻ്റെ മുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. വി ആർ എ ഫാമിലി നൗ. ആദ്യം ശാലിനി, ഇപ്പൊ കോൺട്രാക്ട്. ഈ പിച്ചക്കാരൻ കാരണം എന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വിക്രാന്ത്, ഇനി നമ്മൾ അവരെ തിരിച്ചടിക്കാൻ പോവാ. എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. പ്ലാനോ? ചൂടുള്ള ചായ റെഡി. ഇത് മോന്, ഇതെന്റെ ഭാര്യയ്ക്ക്. വിനിത, കണ്ടില്ലേ നമ്മുടെ മകൻ എത്ര ടാലന്റഡ് ആണെന്ന്. ഇനി ഇവന്റെ കല്യാണം ഉണ്ടല്ലോ, അത് നമ്മൾ വിളിക്കും. അച്ഛാ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളുടെ അനുഗ്രഹം മാത്രം മതി. കല്യാണം എന്ന് നടത്തണം, എങ്ങനെ നടത്തണം, അതൊക്കെ ഞങ്ങൾ ഏറ്റു. നീ എൻ്റെ മരുമോളെ മാത്രം നോക്കിയാൽ മതി. ഞാനൊരു കാര്യം പറഞ്ഞില്ല, കല്യാണത്തിന് മുമ്പ് മാക്സിമം എൻജോയ് ചെയ്തേക്കണം, അടിച്ച് പൊളിക്കണം. കാരണം എന്താണെന്ന് പറയും, കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൺട്രോളും വൈഫിൻ്റെ അടുത്താ. വേണ്ട. നീ ഇവിടെ എന്ത് ചെയ്യാ? നിന്നെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ വന്നേ. ക്രിഷ്, ഇതൊന്നും സ്വപ്നമല്ലല്ലോ. സ്വപ്നം തന്നെ. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഞാൻ കണ്ണ് തുറന്ന് കാണുന്നത്. Interesting. Very interesting. എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഒരു കുറവും തന്നെ ഉണ്ടായേക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്തണം. ഇത്രയൊക്കെ ചെലവ് ചെയ്യാൻ ഇവന്റെ എവിടുന്ന ഇത്രയും കാശ്? ആർക്കും അറിയില്ല നിങ്ങളാണ് മിസ്റ്റർ നായക് ആൻഡ് മിസ്സിസ് നായക് എന്ന കാര്യം. ട്രസ്റ്റ് മീ. അറേഞ്ച്മെന്റ്സ് ഒക്കെ നന്നായിരിക്കണം. യെസ്. താങ്ക് യു. നായക്? കൃഷ് നായക്? ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ പാവപ്പെട്ട ഒരാളെ കണ്ടിട്ടില്ലാത്തതുപോലെ. എന്താ അങ്ങനെ? എന്ന് വെച്ചാ അവൻ ഞങ്ങളുടെ അല്ല, ഞങ്ങൾ അവന്റെ ജോലിക്കാരാണെന്നോ? താങ്ക് ഗോഡ്, ഈ കാര്യം അവന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ മനസ്സിലാക്കിയത്. ഇന്നു മുതൽ കൃഷ്ണനെ സ്വന്താക്കാന്നുള്ളത് എന്റെ ഭ്രാന്ത് മാത്രമല്ല, എന്റെ വാശി കൂടിയാ. ശാലിനി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. നിന്റെ പഴയ സുഹൃത്തിന് ഒരു അവസരം തന്നൂടെ? പ്ലീസ് ശാലിനി, ഒന്ന് കാണാൻ വാ. മേഘ്ന, മേഘ്ന. നീ ഇവിടെ വരില്ലെന്നാ ഞാൻ വിചാരിച്ചേ. നീ എന്തെവിടെ? നീ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാതെ രക്ഷിക്കാൻ വന്നതാ. നീ ഒരിക്കലും അവൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കില്ല. നീ എന്നെപ്പോലെ ഒരുത്തനെ ഡിസേർവ് ചെയ്യുന്ന ശാലിനി. നിനക്ക് നല്ലൊരു ജീവിതം എനിക്ക് മാത്രമേ തരാൻ പറ്റൂ. നിനക്കറിയാലോ ഞാൻ കമ്മിറ്റഡ് ആണെന്ന്. എന്റെ കൈവിട്, കൈവിട്, മര്യാദക്ക് വിട്. ഇല്ല, ഇത് സത്യമൊന്നുമല്ല.
ഹായ് മാം, ഇത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഞാൻ വേറൊരു ഡിസൈൻ കാണിക്കട്ടെ? ഓക്കെ. പ്ലീസ് എക്സ്ക്യൂസ് മീ. ഹായ് മിസ്സസ് നായക് ഹിയർ. ഇപ്പം ആ ലഹങ്ക നോക്കാൻ വന്നിരുന്നില്ലേ, അത് ഞങ്ങളുടെ മരുമോളാണ്. അവൾക്ക് ഏത് ലഹങ്കയാണോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും അവൾക്കത് കൊടുക്കണം. ആ ലഹങ്കയുടെ വില ലക്ഷങ്ങളായാലും കോടികളായാലും. പിന്നെ ഒരു കാര്യം, അവൾ ഇതൊരിക്കലും അറിയരുത്. ഷുവർ മാം. താങ്ക് യു. നീ വാങ്ങിയായിരുന്നോ? എങ്ങനെയുണ്ട്? ഒരു ഫോട്ടോ അയച്ചേ. ഞാൻ നിന്നോടൊരു ലെഹങ്ക ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ അത് ഓൾറെഡി ബുക്ക്ഡ് ആയിപ്പോയി. അതിനിപ്പോൾ എന്താ, ഒന്നുകൂടെ വാങ്ങിക്കോ. പിന്നൊരു കാര്യം, നീ എന്തൊക്കെ ഇട്ടാലും ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നീയാണ്. ശരിക്കും? നീ അവിടെ തന്നെ നിന്നോ, ഞാൻ 2 മിനിറ്റിൽ വരാം. ഓക്കെ. ഓക്കെ. മാം, ആക്ച്വലി ഐ റിയലി ലൈക്ക് ദിസ് ലെഹങ്ക. ആക്ച്വലി മാമിന് വേണമെങ്കിൽ ഇത് എടുത്തോളൂ. റിയലി? യാ, എൻ്റെ ഓണറുടെ കോളായിരുന്നു വന്നത്. അവർ പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ 1000ാമത്തെ കസ്റ്റമറാണ്, നിങ്ങൾക്കിത് ഫ്രീ ആണ്. താങ്ക് യു സോ മച്ച്. ഇതൊന്ന് പാക്ക് ചെയ്തേക്ക്. വണ്ടി നിർത്തി നിർത്തും. I'm so. മേഘ്ന മാഡം, ശാലിനിയുടെ ഫോട്ടോ അയച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയല്ലേ? അങ്ങനെയാണ് നീ എന്നെ പറ്റി വിചാരിക്കുന്നത്? എപ്പോഴൊക്കെയോ നീ എനിക്ക് സ്വന്തമെന്ന് തോന്നാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് നിനക്കൊരു ചതി സംഭവിക്കുന്നത് എനിക്ക് സഹിക്കില്ല. പക്ഷേ ഇപ്പോഴും നീ എന്നെ സംശയത്തോടെ കാണുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, സാരമില്ല. ശാലിനി നീയും സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ് ക്രിഷ്. സംശയത്തിൻ്റെ വിത്ത് ഞാൻ പാകി കഴിഞ്ഞു ക്രിഷ്. ഇതുപോലെ തന്നെ ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുകയും ചെയ്യും.